ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ അഭിനന്ദനം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന വകുപ്പായ ആരോഗ്യം ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ആ സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ട് തന്നെയാണ്. കാരണം വീണ ജോർജ് എന്നൊരു മന്ത്രി അത് കൈകാര്യം ചെയ്യുന്ന രീതി തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നത്. 2013 പൊതുമരാമത്ത് വകുപ്പ് അപകടാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് നൽകിയ ഒരു കെട്ടിടമാണ് ഇന്നലെ കോട്ടയത്ത് ഇടിഞ്ഞു വീണത്. അത് ഇത്രയും കൊല്ലം കഴിഞ്ഞ 12 കൊല്ലം ഉപയോഗിച്ചു എന്ന് തന്നെയാണ് ആ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ തകരാറ്. അതിന് പുറമെ കാര്യമായ അപകടം നടന്ന ശേഷം കാര്യമായ ഒരു രക്ഷാപ്രവർത്തനം ഇന്നലെ തുടക്കത്തിൽ നടത്തിയില്ല എന്നുള്ളതും, പിന്നെ അത് ഉപയോഗിക്കാത്ത ബിൽഡിംഗ് ആണ്, അവിടെ ആളുകൾ ഉണ്ടാവില്ല എന്ന മന്ത്രിമാരുടെ പ്രസ്താവനയും വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയിട്ടുള്ളത്. ആരോഗ്യമന്ത്രിയുടെ ആ പ്രസ്താവന തന്നെ തന്റെ വകുപ്പിനെ പറ്റി മന്ത്രി പഠിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു വകുപ്പിലെ സിസ്റ്റം ശരിയല്ല എന്നുള്ളത് മന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ ഇതിൽ കുറ്റക്കാരിയാവുന്നത് മന്ത്രി തന്നെയാണ്. കാരണം മന്ത്രിയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാരുടെയും പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ തലയിൽ അതിന്റെ ഉത്തരവാദിത്തം കെട്ടിവെച്ച് മന്ത്രിക്ക് ഒഴിവാകാൻ ഒരിക്കലും സാധിക്കില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളില്ലാത്തതിനാൽ സർജറി മുടങ്ങുന്നുവെന്ന് ഡോക്ടർ കുറിപ്പിട്ട് അതിന്റെ തൊട്ട് പിന്നാലെ അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങി വരുമ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഇതും സിസ്റ്റത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ഒഴിവാകാൻ മന്ത്രിക്ക് പറ്റില്ല. ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ കാലപ്പഴക്കം മൂലം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് കൊടുത്ത ഒരു മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമല്ല, സംസ്ഥാനത്തെ പല താലൂക്ക് ആശുപത്രികളുടെയും അവസ്ഥ അതുതന്നെയാണ്. പല ആശുപത്രികളിലെ കെട്ടിടങ്ങൾ, വിവിധ വാർഡുകൾ, വകുപ്പുകൾ, വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത്തരം കാലപ്പഴക്കം കൊണ്ട് ഉപേക്ഷിക്കണമെന്ന് റിപ്പോർട്ട് നൽകിയ കെട്ടിടങ്ങളിൽ തന്നെയാണ്. രണ്ടാം പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പഴി കേൾപ്പിക്കുന്ന 2 വകുപ്പുകൾ എന്നുള്ളത് ഒന്ന് ആരോഗ്യവും മറ്റൊന്ന് വനം വകുപ്പുമാണ്. അതിൽ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. അത് വേണ്ട രീതിയിലല്ല കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ആരോപണം തുടക്കം മുതൽക്കേ ആരോഗ്യമന്ത്രിക്കെതിരെ ഉയരുന്നുണ്ട്. ഈ പിണറായി വിജയൻ സർക്കാരിനെ അടുത്ത ഒരു കൊല്ലത്തിനിടയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാന സർക്കാരിനെ ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് നയിക്കുക ഈ 2 വകുപ്പുകളുടെയും, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചയാണ്. ഈ ഇടത് സർക്കാർ നേരിടുന്ന വിമർശനങ്ങളെ ന്യായീകരിക്കേണ്ടി വരുന്ന ക്യാപ്സ്യൂൾ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുന്ന സൈബർ വിഭാഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത് ന്യായീകരിച്ച് അതിലെ തോൽവി ന്യായീകരിച്ച് വെളുപ്പിച്ച് വരുമ്പോഴാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നം വരുന്നത്. അതിന് തൊട്ട് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടം വരുന്നു. ഇതിനെല്ലാത്തിനെയും ന്യായീകരിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാതിരിക്കുക എന്നുള്ള ലക്ഷ്യം അവരെങ്ങനെ നേടിയെടുക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നതാണ്. പാലക്കാട് നിപ്പ വീണ്ടും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മഴക്കാലത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിനൊപ്പം ഈ നിപ്പ രോഗബാധ തടയാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കും എന്നതും സർക്കാരിനെ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും സർക്കാരിന് മുന്നിലുള്ളൊരു വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. പ്രധാന സംഭവം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ചികിത്സാ രംഗം അതിമികച്ചതാണെന്ന് ഇടത് സൈബർ വിഭാഗങ്ങൾ ഒരുമിച്ച് പറയുമ്പോഴും മുഖ്യമന്ത്രി വീണ്ടും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോവുകയാണ്. കേരളത്തിൽ ഇത്രയും മികച്ച ചികിത്സ സർക്കാർ ഉറപ്പുവരുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടത് പ്രൊഫൈലുകൾ നിരന്തരം പറയുന്നതിനിടയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കയിലേക്കുള്ള ചികിത്സയ്ക്കുള്ള പോക്ക്. ഇതും കൂടുതൽ ഈ കോട്ടയത്തെ അപകടവും തിരുവനന്തപുരത്തെ പ്രശ്നങ്ങളും ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ യാത്രയും കൂടുതൽ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉണ്ടാവുന്നത്.